പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. യമനിലെ ഹൂത്തികൾ സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ ഇന്ന് ഹൂത്തികൾ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. ഈ ആക്രമണം ഹൂത്തികൾ ആരംഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ സൗദിക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചതിന് ശേഷം സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കപ്പലാണ് ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ കയറ്റുമതി ചെയ്യാൻ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യ നിലവിൽ ചൈന പോലുള്ള രാഷ്ട്രങ്ങളിലേക്ക് സൗദി അറേബ്യയുടെ എംബുവിൽ നിന്നും നേരെ ബാബുൽ മന്ദർ, റെഡ് സീ വഴി ഈ രൂപത്തിലായിരുന്നു എത്തിച്ചിരുന്നത്. ഇതിന് കേവലം 19 ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ബാബുൽ മന്ദബ്, സ്ട്രൈറ്റ് ഓഫ് മന്ദബ് ക്രോസ് ചെയ്തത് കൊണ്ട് തന്നെ, ഉപരോധമായതുകൊണ്ട് ഇവിടെ നിന്നും സൂയസ് കനാൽ വഴിയാണ്, അതുപോലെ ജിബ്രാൾട്ടർ വഴി നേരെ ഗുഡ്ഹോപ്പ് വഴിയാണ് ഈ കപ്പൽ എത്തിക്കാൻ സാധിക്കുക. ഇതിലൂടെ ഏകദേശം 48 ദിവസമെങ്കിലും ഈ ചരക്കുകൾ എത്താൻ, അല്ലെങ്കിൽ എണ്ണ എത്താനുള്ള സമയമെടുക്കും. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള ചെലവ് വർദ്ധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു പ്രതിസന്ധി കൂടെ സൗദി അറേബ്യ നേരിടുന്നത് ഈ സൂയസ് കനാൽ വഴി, ഇവിടെ നിന്ന് ചെങ്കടലിലെ സൂയസ് കനാൽ വഴിയാണ് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കപ്പലുകൾ നീങ്ങുന്നത്. പക്ഷേ സൂയസ് കനാൽ സൗദി അറേബ്യയുടെ വലിയ കപ്പലുകൾക്ക് നീക്കം നടത്താൻ മാത്രമുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ചെറിയ കപ്പലുകൾ മാത്രം ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു. ഇത് കൂടുതൽ എണ്ണ ചെലവ്, പുറത്തേക്ക് എത്തുമ്പോഴേക്ക് കൂടുതൽ ചെലവ് വരുന്നു. അങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യയുടെ എണ്ണയുടെ ഡിമാൻഡ് കുറഞ്ഞു പോകും. എന്തായാലും യമനിലെ ഹൂത്തികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ സൗദി അറേബ്യക്ക് തിരിച്ചു ലഭിക്കുന്ന ആക്രമണങ്ങളിൽ സൗദിയുടെ സാമ്പത്തിക സംവിധാനങ്ങളെല്ലാം തകർന്നു പോകുന്നു. ഹൂത്തികൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ റിഫൈനറികൾ, അവരുടെ സാമ്പത്തിക സോഴ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഹൂത്തികൾ അത് ലാഘവത്തോടെ തകർക്കും എന്നതാണ്. എന്നാൽ ഹൂത്തികളുടെ ആയുധ സ്റ്റോറേജുകൾ ഇറാനിലെ പോലെ തന്നെ മലകൾക്ക് താഴെ ആയതുകൊണ്ട് അത് തകർക്കുക എന്നത് സൗദി അറേബ്യയെ കൊണ്ട് സാധിക്കുകയുമില്ല. ഇങ്ങനെയുള്ള ഒരു ദുരന്തപൂർണമായ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായും അന്താരാഷ്ട്ര തലങ്ങളിൽ ഊർജ പ്രതിസന്ധി ഉണ്ടാക്കും. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ തന്നെ നിലവിൽ പ്രതിസന്ധിയാണ്. കപ്പലുകൾക്ക് നീക്കം നടത്താൻ കഴിയില്ല. എന്നാൽ സൗദി അറേബ്യയുടെ എണ്ണ കൂടെ ഈ രൂപത്തിൽ പ്രതിസന്ധി നേരിടുമ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ രൂപത്തിലുള്ള ഊർജ പ്രതിസന്ധി നേരിടുമെന്നതിൽ സംശയമില്ല. ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്.